നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം പനമണ്ണ വിനോദ് കൊലക്കേസ് രണ്ടാം ഘട്ട വിചാരണ നേരിട്ട 5 പേരിൽ 3 പേർ കുറ്റക്കാരെന്ന് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. 2 പേരെ വെറുതെ വിട്ടു. ശിക്ഷ സംഘം ചേർന്ന് ആക്രമിച്ച കുറ്റത്തിന്. കേസിൽ ആദ്യഘട്ട വിചാരണ നേരിട്ട 4 പേരെ നേരത്തെ കോടതി ശിക്ഷിച്ചത് ജീവപര്യന്തം കഠിന തടവിന്. വരൾച്ച പ്രതിസന്ധിയെ കരുതലോടെ നേരിടാൻ ഷൊർണൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. നഗരസഭാ പരിധിയിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. യോഗത്തിൽ കോൺഗ്രസ് വിട്ട ഷൊർണൂർ വിജയനും കോൺഗ്രസ് കൌൺസിലർമാരും തമ്മിൽ വാക്കേറ്റം. കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായതോടെ ഷൊർണൂരിൽ ഭാരതപ്പുഴയിലെ വാട്ടർ അതോറിറ്റിയുടെ കിണറുകളിലേക്ക് ചാൽ കീറി വെള്ളമെത്തിക്കാൻ നടപടി തുടങ്ങി. പരിശ്രമം നഗരസഭയുടെയും വാട്ടർ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ. ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയും വറ്റുന്നു. തടയണയിൽ ജലലഭ്യത കുറഞ്ഞതോടെ പമ്പിംഗ് പരിമിതപ്പെടുത്തി. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശവും അമ്പലപ്പാറ പഞ്ചായത്തും കുടിവെള്ള പ്രതിസന്ധി നേരിടുമെന്ന് ആശങ്ക. മണ്ണുത്തിയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 12 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പുന്നയൂർക്കുളം സ്വദേശി ഷമിൽ ഷെരീഫ്. ആന്ധ്രയിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് ആലുവയിലേക്ക് കടത്താനായിരുന്നു പ്രതിയുടെ ശ്രമമെന്ന് എക്സൈസ് അധികൃതർ. 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കഞ്ചാവ് പ്രതി ചെറുപൊതികളിലാക്കി വിൽക്കുന്നത് 7.5 ലക്ഷത്തോളം രൂപയ്ക്ക്. കുന്നംകുളം പെരുമ്പിലാവ് ചന്തയിൽ പോത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. പോത്തിനെ പിടിച്ചുകെട്ടാനായത് നാട്ടുകാരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. പരിക്കേറ്റത് ചന്തയിൽ പോത്തിനെ വാങ്ങാനും വിൽക്കാനും എത്തിയവർക്ക്. പ്രളയത്തിൽ തകർന്ന മാന്നന്നൂർ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നു. 10 കോടി ചെലവിൽ തടയണ പുനർനിർമ്മിക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ. പ്രളയം തകർത്ത മണ്ണൂർ ചവിറ്റിലത്തോടിന്റെ നവീകരണം അവസാന ഘട്ടത്തിലേക്ക്. തോട് നവീകരണം നബാർഡിന്റെ സഹായത്തോടെ 3.5 കോടി രൂപ ചെലവിൽ. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിക്കെതിരെ UDF കൌൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം മെയ് 7-ന് ചർച്ച ചെയ്യും. കൌൺസിലർമാർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഇതു സംബന്ധിച്ച നോട്ടീസ് കൈമാറി. UDF കൌൺസിലർമാർ ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഇക്കഴിഞ്ഞ 23-ന്. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം പനമണ്ണ വിനോദ് കൊലക്കേസിൽ രണ്ടാം ഘട്ട വിചാരണ നേരിട്ട 5 യുവാക്കളിൽ 3 പേർ കുറ്റക്കാർ. 2 പേരെ കുറ്റക്കാരല്ലെന്നു കണ്ടെത്തി ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. കേസിൽ ആദ്യഘട്ട വിചാരണ നേരിട്ട 4 പേരെ നേരത്തെ കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു. പനമണ്ണ ചക്യാവിൽ വിനോദ് വധക്കേസിൽ രണ്ടാം ഘട്ട വിചാരണ നേരിട്ട 5 യുവാക്കളുടെയും പേരിൽ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി. സംഘം ചേർന്ന് ആക്രമിച്ച കുറ്റത്തിനാണ് 3 പേരെ കോടതി ശിക്ഷിച്ചത്. 2 പേരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയച്ചു. കേസിൽ ആദ്യഘട്ട വിചാരണ നേരിട്ട 4 പേരെ നേരത്തെ കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു. പനമണ്ണ അമ്പലവട്ടം തറയിൽ നൌഷാദ് 42 വയസ്സ്, തറയിൽ ഇലിയാസ് 37 വയസ്സ്, ചെർപ്പളശ്ശേരി എലിയപ്പറ്റ ഏറാത്ത് വീട്ടിൽ മുഹമ്മദ് റാഫി 39 വയസ്സ് എന്നിവർക്കാണ് സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന വകുപ്പ് പ്രകാരം 2 വർഷം തടവ് ശിക്ഷ ലഭിച്ചത്. ഇവർ 1000 രൂപ പിഴയടയ്ക്കണമെന്നും സെഷൻസ് ജഡ്ജ് CG ഘോഷ വിധിച്ചു. പനമണ്ണ അമ്പലവട്ടം തളിയൻതൊടിയിൽ മുഹമ്മദ് ആരിഫ് 34 വയസ്സ്, മേലേതിൽ മുഹമ്മദ് റഫീഖ് 32 വയസ്സ് എന്നിവരെ കോടതി വെറുതെ വിട്ടു. 5 പേർക്കും കൊലപാതകത്തിൽ പങ്കില്ലെന്ന് കണ്ടാണ് ഉത്തരവ്. 2 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട 3 പേർക്ക് അപ്പീൽ നൽകാൻ സാവകാശം അനുവദിച്ച് കോടതി ജാമ്യം നൽകി. 2020 മെയ് 31 രാത്രിയാണ് പനമണ്ണ ചക്യാവിൽ 32 വയസ്സുള്ള വിനോദ് കൊല്ലപ്പെട്ടത്. പോലീസ് ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 4 പേരെയാണ് ആദ്യഘട്ടത്തിൽ വിചാരണ പൂർത്തിയാക്കി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. വിനോദിന്റെ സഹോദരൻ രാമചന്ദ്രനെതിരെ സമൂഹമാധ്യമത്തിൽ വന്ന ചില പോസ്റ്റുകളെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ്. ഇതിനിടെ രാമചന്ദ്രൻ ആക്രമിക്കപ്പെട്ടതറിഞ്ഞ് സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു വിനോദിനു നേരെയും ആക്രമണമുണ്ടായത്. വിനോദിന്റെ തലയിലും കാലിലും ആന്തരിക അവയവങ്ങൾക്കുമാണ് സാരമായി പരിക്കേറ്റത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂൺ 22-നായിരുന്നു മരണം. കേസിൽ 2 ഘട്ടങ്ങളിലായി ആകെ 9 പേരാണ് പിടിയിലായത്. നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ഒരാൾ ഉൾപ്പെടെ 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. അമ്പലവട്ടം പനമണ്ണ തറയിൽ വീട്ടിൽ മനാഫ് 38 വയസ്സ്, പനമണ്ണ അരഞ്ഞിക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ 40 വയസ്സ്, തൃക്കടേരി കീഴൂർ റോഡ് കണക്കഞ്ചേരി വീട്ടിൽ അൻസാർ അഹമ്മദ് 36 വയസ്സ്, വരോട് 4 മൈലിൽ കൂരിത്തൊടി വീട്ടിൽ സനൂപ് 32 വയസ്സ് എന്നിവരെയാണ് ആദ്യഘട്ട വിചാരണ പൂർത്തിയാക്കി കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഷൊർണൂർ നഗരസഭയിൽ ആദ്യ കൌൺസിൽ യോഗം ചേർന്നു. വരൾച്ച കെടുതികളുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വന്നത്. കോൺഗ്രസ് വിട്ട് CPM-ൽ ചേർന്ന ഷൊർണൂർ വിജയനോട് കോൺഗ്രസ് കൌൺസിലർമാർ പ്രകോപനപരമായ ചില ചോദ്യങ്ങൾ ഉയർത്തിയത് യോഗത്തിൽ അല്പനേരം ബഹളത്തിന് ഇടയാക്കി. പ്രധാനമായും 3 സപ്ലിമെന്ററി അജണ്ടകളാണ് യോഗത്തിൽ ചർച്ചയ്ക്ക് വെച്ചത്. സംസ്ഥാനത്ത് താപനില വ്യതിയാനം, സൂര്യതാപം, സൂര്യാഘാതം, ഉഷ്ണതരംഗം എന്നിവ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വാട്ടർ കിയോസ്കുകൾക്ക് ആവശ്യമായ വെള്ളം നൽകുന്നതിനും ഹീറ്റ് ആക്ഷൻ പ്ലാൻ പ്രകാരം പ്രവർത്തിക്കുന്നതിനും നിർദ്ദേശമുണ്ടായിട്ടുള്ള വിവരം കൗൺസിലിൻ്റെ പരിഗണനയ്ക്കായി വന്നിരുന്നു. തണ്ണീർപന്തൽ, കുടിവെള്ള വിതരണം, ഹീറ്റ് ക്ലിനിക്കുകൾ അറ്റ് CHC, ഫയർ ഓഡിറ്റ്, വനം വന്യജീവി വകുപ്പ് തല യോഗം, പൊതുസ്ഥലത്ത് കുടിവെള്ള വിതരണം തുടങ്ങി 6 ഹീറ്റ് ആക്ഷൻ പ്ലാനുകളും യോഗം ചർച്ച ചെയ്തു. വരൾച്ചാ പ്രദേശത്തെ കുടിവെള്ള വിതരണം, നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ വാഹനങ്ങളിൽ കുടിവെള്ള വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കൗൺസിലിൻ്റെ പരിഗണനയ്ക്കായി വന്നു. യോഗത്തിൽ ചില കൗൺസിലർമാരും വാർഡിലെ കുടിവെള്ള പ്രശ്നം ചെയർമാനെ ബോധിപ്പിച്ചു. പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ചെയർമാൻ മറുപടി നൽകി. യോഗത്തിൽ നഗരസഭയിലെ ചില റോഡുകളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പോസ്റ്റ് ഓഫീസ് റോഡ് പുനർനിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനത്തിന് പോകരുതെന്ന് പറഞ്ഞ അന്നത്തെ കോൺഗ്രസ് കൗൺസിലർ ഇന്ന് CPM ആണെന്ന് പറഞ്ഞതോടെ കോൺഗ്രസിൽ നിന്നും CPM-ലേക്ക് പോയ ഷൊർണൂർ വിജയനും കോൺഗ്രസ് കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് CPM കൗൺസിലർമാരും വിഷയത്തിൽ ഇടപെട്ട് ഷൊർണൂർ വിജയനെ പിന്തുണച്ചു. ഷൊർണൂർ വിജയൻ കോൺഗ്രസ് വിട്ട് CPM-ൽ ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ കൗൺസിൽ യോഗം കൂടിയായിരുന്നു ഇത്. അജണ്ടകളെല്ലാം പാസാക്കിയതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് നഗരസഭാ പരിധിയിൽ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ പെരുമാറ്റച്ചട്ടത്തിൽ മുടങ്ങാതിരിക്കാൻ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതി തേടാൻ കൗൺസിൽ തീരുമാനം. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗമാണ് ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്തത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പാലക്കാട് നഗരസഭ പൂർത്തിയാക്കേണ്ട പല പദ്ധതികളും അനിശ്ചിതത്വത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പദ്ധതികൾ പെരുമാറ്റച്ചട്ടത്തിൽ മുടങ്ങാതിരിക്കാൻ പാലക്കാട് ജില്ലാ കളക്ടറെ കണ്ട് പ്രത്യേക അനുമതി നേടാൻ പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചത്. മഴക്കാല ശുചീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുന്നിൽ കണ്ടാണ് കൗൺസിലിൻ്റെ നടപടി. പെരുമാറ്റച്ചട്ടത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പ്രയാസം നേരിടുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറെ കണ്ട് പ്രത്യേക അനുമതി തേടുക. പാലക്കാട് നഗരസഭയുടെ എസ്കലേറ്റർ വിഷയങ്ങളും നഗരസഭയിലെ മറ്റ് പ്രശ്നങ്ങളും കൗൺസിൽ യോഗത്തിൽ പ്രധാന ചർച്ചയായി. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും കൗൺസിലർമാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശുദ്ധജല പ്രതിസന്ധി രൂക്ഷം. പുഴ വറ്റിയതോടെ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം അവതാളത്തിലാണ്. ഷൊർണൂരിൽ ഭാരതപ്പുഴയിലെ പമ്പിംഗ് കിണറുകളിലേക്ക് ചാലുകീറി വെള്ളമെത്തിക്കാനാണ് ശ്രമം. ഷൊർണൂർ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി കഴിഞ്ഞു. ജലവിതരണം മുടങ്ങാതിരിക്കാൻ ഭാരതപ്പുഴയിൽ ചാലുകീറി വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് കിണറുകളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചിൻ പാലത്തിന് സമീപമാണ് മണൽ മാറ്റി വാട്ടർ അതോറിറ്റിയുടെ കിണറുകളിലേക്ക് വെള്ളമെത്തിക്കുന്നത്. 500 മീറ്ററോളം മണൽ മാറ്റി വേണം വെള്ളമെത്തിക്കാൻ. 2 ദിവസത്തിനുള്ളിൽ കിണറുകളിൽ വെള്ളമെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജല അതോറിറ്റിയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് നടപടി. കൊടും വേനലിൽ തടയണ വറ്റിയതോടെ ഷൊർണൂരും സമീപ പ്രദേശങ്ങളും വരൾച്ചയുടെ കെടുതികൾ അനുഭവിച്ചു തുടങ്ങി. പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ ചാലെടുത്ത് കുടിവെള്ളം എത്തിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഗാലറിയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പ്രവൃത്തിയാണ് അടിയന്തര ഘട്ടം.
നഗരസഭയും അതോറിറ്റിയും ചേർന്നിട്ടുണ്ട്. ഏലർക്ക് 4 പേരും ഒന്നുകൂടി മണൽ മാന്താനായിട്ട് ആവശ്യപ്പെട്ടു. നമ്മുടെ നഗരപ്രദേശത്ത് കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമായി തുടരുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് അടിയന്തരമായിട്ട് നഗരസഭയിൽ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ KSEB ഉന്നത ഉദ്യോഗസ്ഥന്മാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് നമ്മുടെ നഗരസഭയിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ അത് തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുകയാണ്. ചില സാങ്കേതികമായിട്ടുള്ള കുരുക്കുകൾ അതിനകത്തുണ്ട്. അത് ഒഴിവാക്കി എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്ന ആലോചനയാണ് അതിനകത്ത് നടത്തുന്നത്. അതുവഴി നമ്മുടെ നഗരസഭയിലെ കുറെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനായിട്ട് സാധിക്കും. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ദൗത്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയും വറ്റുന്നു. തടയണയിൽ ജലലഭ്യത കുറഞ്ഞതോടെ പമ്പിംഗ് പരിമിതപ്പെടുത്തി. ഇതോടെ ഒറ്റപ്പാലം നഗരസഭാ പ്രദേശവും അമ്പലപ്പാറ പഞ്ചായത്തും കുടിവെള്ളക്ഷാമത്തിന്റെ ആശങ്കയിലാണ്. കടുത്ത വേനലിൽ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിൽ വെള്ളം കുറഞ്ഞതിനെ തുടർന്ന് ഒരു മോട്ടോർ ഉപയോഗിച്ച് മാത്രമാണ് ഇപ്പോൾ പമ്പിംഗ്. ഇതോടെ ഒറ്റപ്പാലം നഗരസഭ, അമ്പലപ്പാറ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമത്തിനുള്ള സാധ്യതയേറി. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെയും ഏക കുടിവെള്ള സ്രോതസ്സാണ് മീറ്റ്ന തടയണ. വെള്ളം ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് ഒരു മോട്ടോർ മാത്രം പമ്പ് ചെയ്താൽ മതിയെന്ന് വാട്ടർ അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 2 മോട്ടോറുകളാണ് കുടിവെള്ള വിതരണത്തിനായി ഉപയോഗിക്കുന്നത്. ഇത് പരിമിതപ്പെടുത്തി ഒരു മോട്ടോറാക്കുന്നതോടെ പല പ്രദേശങ്ങളിലും കുടിവെള്ളം എത്താനിടയില്ല. ഒരു മോട്ടോർ മാത്രം ഉപയോഗപ്പെടുത്തി പ്രദേശങ്ങൾ വേർതിരിച്ച് പമ്പ് ചെയ്ത് പരമാവധി എല്ലായിടങ്ങളിലേക്കും വെള്ളമെത്തിക്കാനാണ് വാട്ടർ അതോറിറ്റിയുടെ ശ്രമം. ഒറ്റപ്പാലം നഗരസഭയിലെയും അമ്പലപ്പാറ പഞ്ചായത്തിലെയും 15,000-ലധികം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് മീറ്റ്ന തടയണ. കടുത്ത വേനലിനു പുറമെ സാമൂഹ്യവിരുദ്ധർ തടയണയുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പാഴാക്കി കളഞ്ഞതും ജലക്ഷാമത്തിന് കാരണമായി. ഇതാദ്യമായാണ് തടയണയിൽ ഇത്രയേറെ വെള്ളം താഴുന്നത്. മൈക്രോ കുടിവെള്ള പദ്ധതികൾ പുനർജീവിപ്പിച്ച് ക്ഷാമം പരിഹരിക്കണമെന്ന് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ സുരേഷ് കുമാർ ആവശ്യപ്പെട്ടു. വേനൽ മഴ ലഭിക്കുകയോ ആളിയാർ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടുകയോ ചെയ്തില്ലെങ്കിൽ ഭാരതപ്പുഴയോരത്തെ നഗരഗ്രാമങ്ങളിൽ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 2018 പ്രളയത്തിൽ തകർന്ന മാന്നന്നൂർ ഉരുക്കുതടയണയുടെ പുനർനിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ ചെലവിട്ടാണ് തടയണ പുനർനിർമ്മിക്കുന്നത്. 2018 പ്രളയത്തിൽ തകർന്ന തടയണയുടെ ഒരു ഭാഗമാണ് പകലും രാത്രിയിലുമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുന്നത്. മെയ് അവസാനത്തോടെ പണി പൂർത്തിയാക്കുമെന്ന് കരാർ വിഭാഗം അറിയിച്ചു. ചെറുതുരുത്തി ഷൊർണൂർ തടയണ നിർമ്മിച്ച PP ജയപ്രകാശിനാണ് ഇതിൻ്റെയും നിർമ്മാണ ചുമതല. 2018 പ്രളയത്തിലാണ് മാനന്നൂർ കടവ് ഭാഗത്ത് തടയണ തകർന്നത്. പുഴ 75 മീറ്ററോളം ഗതിമാറി ഒഴുകിയിരുന്നു. പുഴയുടെ അതിർത്തി തിരിച്ച് 350 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ പണിയും പുരോഗമിക്കുന്നു. വാഴാലിപ്പാടം ഭാഗത്ത് 2 മീറ്റർ ഉയരത്തിൽ സമീപത്തുള്ള കുടിവെള്ള പമ്പ് ഹൗസിലേക്ക് വെള്ളം എത്തിക്കാനും മാനന്നൂർ ഭാഗത്ത് 10 മീറ്റർ ഉയരത്തിൽ ഷട്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് സൈറ്റ് എഞ്ചിനീയർ മിസ്ഹബ് പറഞ്ഞു. 2018 പ്രളയ സമയത്ത് പുഴ ഗതിമാറി ഒഴുകി നശിച്ച് ഉരുക്ക് തടയണയുടെ ഒരു സൈഡിൽ നിന്ന് ഏക്കർ കണക്കിന് ഭൂമി ഒരുപാട് പ്രൈവറ്റ് ആളുകളുടെ നിന്ന് നഷ്ടപ്പെട്ടു. അതിൻ്റെ പുനരുദ്ധാരണമായിട്ട് നമ്മൾ റീറ്റൈനിങ് വോൾ കെട്ടി പുനർനിർമ്മാണം ചെയ്ത് അവർക്ക് ഭൂമി തിരികെ കൊടുക്കുന്നതാണ് എന്നോട് നമ്മുടെ പ്രൊജക്റ്റ്. പട്ടാമ്പിയിലെ PP ജയപ്രകാശ് എന്ന കോൺട്രാക്ടറുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ദിവസം ഒരു 40-50 പേര് അന്യസംസ്ഥാന തൊഴിലാളികളും മലയാളികളും ഉൾപ്പെടെ ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവും പകലും ഇല്ലാതെയാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന മണ്ണൂർ ചവറ്റിടത്തോടിന്റെ നവീകരണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ. കാർഷിക വികസന വകുപ്പ് നബാർഡിന്റെ സഹായത്തോടെ 3,40,00,000 രൂപ ചെലവിലാണ് നവീകരണ പ്രവർത്തികൾ നടത്തുന്നത്. ഇനി 3 ആഴ്ചയ്ക്കകം നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് പദ്ധതി. മഴക്കാലത്തിന് മുൻപ് നവീകരണം പൂർത്തീകരിച്ച് ബന്ധപ്പെട്ടവർക്ക് കൈമാറും. 3 മീറ്റർ മുതൽ 10 മീറ്റർ വരെ വീതിയിലാണ് നവീകരണം. 1.5 മീറ്റർ മുതൽ 2.5 മീറ്റർ ഉയരത്തിലാണ് സൈഡ് കെട്ടിപ്പൊക്കുന്നത്. നെൽപ്പാടങ്ങൾക്ക് മധ്യേയാണ് തോട് നിർമ്മാണം. പഴയ തോടിനെ പൂർണ്ണമായും നികത്തിയ ശേഷം അതിലൂടെ തന്നെയാണ് പുതിയ തോട് നിർമ്മിച്ചു വരുന്നത്.
50ഓളം തൊഴിലാളികളും 4ഓളം മണ്ണുമാന്തി യന്ത്രങ്ങളും പ്രവൃത്തിയിലേർപ്പെടുന്നുണ്ട്. ഈ തോട്ടിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് 300-ലേറെ കർഷകർ കൃഷി ഇറക്കുന്നത്. പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്നും പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകുമെന്നും പാടശേഖര സമിതി കൺവീനർ NR രവീന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുടിവെള്ള വിതരണം തടസ്സപ്പെടാതിരിക്കാൻ തടയണയിലെ ചോർച്ചടച്ച് ജനപ്രതിനിധികൾ. പെരിങ്ങോട്ടുകുറിച്ചി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പൗലോസ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികൾ ഞാവളൻകടവ് തടയണയിലെ എല്ലാ ഷട്ടറുകളിലെയും ചോർച്ച അടച്ചത്. മുകളിലെ ചെക്ക് ഡാമുകളിൽ ഷട്ടറുകൾ അടച്ചതോടെ ഡാമുകളിലെത്തിയ വെള്ളം ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് പറഞ്ഞു. തമിഴ്നാട്ടിലെ ആളിയ ഡാം തുറന്നാണ് ഭാരതപ്പുഴയിൽ വെള്ളമെത്തി ഞാവളൻകടവ് തടയണ നിറഞ്ഞത്. തടയണയിൽ വെള്ളമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിക്കെതിരെ UDF കൗൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം മെയ് 7-ന് ചർച്ച ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഇതു സംബന്ധിച്ച് കൗൺസിലർമാർക്ക് നോട്ടീസ് കൈമാറി. ഇക്കഴിഞ്ഞ 23-നായിരുന്നു ചെയർപേഴ്സണെതിരെ UDF കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇക്കഴിഞ്ഞ 23-ന് UDF കൗൺസിലർമാർ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. 11 കൗൺസിലർമാർ ഒപ്പിട്ട നോട്ടീസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MK ഉഷയ്ക്ക് നൽകിയത്. ഇതുപ്രകാരം മെയ് 7-ന് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ സാന്നിധ്യത്തിലായിരിക്കും ചർച്ച നടക്കുക. നഗരസഭാ ചെയർപേഴ്സൺ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നുവെന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് കൗൺസിൽ യോഗത്തിൽ എടുക്കുന്നുവെന്നും ഇതിനാൽ ചെയർപേഴ്സണെതിരെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടി UDF കൗൺസിലർമാർ രംഗത്തെത്തിയിരുന്നു. അതേസമയം താൻ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയും മറുപടി നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണുത്തിയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 12 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പുന്നയൂർക്കുളം സ്വദേശി 22 വയസ്സുള്ള ഷമിൽ ഷെരീഫാണ് പിടിയിലായത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലവൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അനിൽകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും NH പട്രോളിംഗ് പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മണ്ണുത്തിയിൽ വച്ച് പ്രതിയെ പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ BL ബിജുവിന്റെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിഞ്ഞായിരുന്നു വാഹന പരിശോധന. 12 കിലോ കഞ്ചാവുമായാണ് പുന്നയൂർകുളം കല്ലാറ്റിൽ ഷമിൽ ഷെരീഫ് പിടിയിലായത്. ആന്ധ്രയിലെ കഞ്ചാവ് മൊത്തവിതരണക്കാരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആലുവയിലേക്ക് കടത്തുന്നതിനിടെയാണ് ഇയാളെ എക്സൈസ് പിടികൂടിയത്. ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് ശേഖരിക്കുന്ന പ്രതി കഞ്ചാവ് ആലുവയിൽ കൊണ്ടുവന്ന് ചെറിയ പൊതികളിലാക്കി ഒരു പൊതിക്ക് 650 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. ആന്ധ്രയിൽ നിന്ന് 1.5 ലക്ഷം രൂപ കൊടുത്ത് പ്രതി വാങ്ങിയ കഞ്ചാവ് ചെറു പൊതികളിലാക്കി വിൽക്കുമ്പോൾ 7.5 ലക്ഷത്തോളം രൂപ ലഭിക്കുമെന്ന് പ്രതി എക്സൈസിനോട് പറഞ്ഞു. ആലുവയിലും പെരുമ്പാവൂരിലുമായി ഒരു ദിവസം 100ഓളം ചെറുപൊതികൾ വിൽപ്പന നടത്താറുണ്ടെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് CI BL ഷിബുവിൻ്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പെരുമ്പിലാവ് ചന്തയിൽ പോത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. നാട്ടുകാരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ പിടിച്ചുകെട്ടാനായത്. പോത്തിനെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി എത്തിയവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ പിടിച്ചുകെട്ടാനായത്. പത്തിരിപ്പാല സ്വദേശിയുടെ പോത്താണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. പോത്തിനെ കെട്ടിയ കയർ പിടിച്ചു വലിച്ചതാണ് പ്രകോപനത്തിനിടയാക്കിയതെന്ന് പറയപ്പെടുന്നു. ഭാഗ്യം കൊണ്ടാണ് കൂടുതൽ പേർക്ക് പരിക്കേൽക്കാതിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി കരുമത്രയിൽ കാല് തെറ്റി കിണറ്റിൽ വീണ വിദ്യാർത്ഥിക്ക് പരിക്ക്. കരുമത്ര കാപ്പിറോഡ് സ്വദേശി അഷ്റഫിന്റെ മകൻ 19 വയസ്സുള്ള അൻവർ ഷബാസാണ് കിണറ്റിൽ വീണത്. രാവിലെ 10:30യോടെയായിരുന്നു അപകടം. കിണർ വൃത്തിയാക്കാനെത്തിയ ജോലിക്കാർക്ക് ശ്വാസം കിട്ടാൻ കിണറിലേക്ക് ഫാൻ കെട്ടിയിറക്കുന്നതിനിടയിലായിരുന്നു അപകടം. വടക്കാഞ്ചേരി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് യുവാവിനെ ആശുപത്രിയിലെത്തിച്ചു. മാലിന്യ കൂമ്പാരമായി സംസ്ഥാനപാത, മൂക്കുപൊത്തി യാത്രക്കാർ. സംസ്ഥാനപാതയിൽ മാങ്കുറിശ്ശിക്കും തേനൂർ ഓട്ടുകമ്പനിക്കും മധ്യേ മാലിന്യം വലിച്ചെറിയുന്നത് പതിവ് കാഴ്ചയാകുന്നു.
മണ്ണൂർ പഞ്ചായത്തിലെ നഗരിപ്പുറം കനാലും മാസങ്ങളായി മാലിന്യ കൂമ്പാരമാണ്. രാത്രികാലങ്ങളിൽ പച്ചക്കറി വേസ്റ്റ് മുതൽ കുട്ടികളുടെ വിസർജ്യങ്ങളും ഡയസ്പറും അടക്കം ഇവിടെ ഉപേക്ഷിക്കുന്നത് പതിവാണ്. കൂടാതെ സമീപത്തെ നെൽപ്പാടത്തേക്കും മാലിന്യം വലിച്ചെറിയുന്നുണ്ട്. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന മേഖലയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്തതാണ് ഇത്രയധികം മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടാനുള്ള പ്രധാന കാരണവും. പാതയോരങ്ങളിൽ വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാലിന്യം തള്ളിയവരെക്കുറിച്ചുള്ള സൂചന ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ അധികൃതർ അതിന് തയ്യാറാകുന്നില്ലെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. മണ്ണൂർ പഞ്ചായത്തിലെ നഗരിപ്പുറം കനാലും മാസങ്ങളായി മാലിന്യ കൂമ്പാരമാണ്. അധികൃതർ മാലിന്യം വലിച്ചെറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ CCTV സ്ഥാപിച്ച് ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. പുള്ളിപ്പാതയിലെ മാങ്കുശടുത്ത് തേനൂരുള്ള സ്ഥലത്താണ് ഈ വേസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുഴുവൻ അടിക്കാൻ തുടങ്ങി. ഈ നാട്ടിലെ ജനങ്ങൾക്കും അതുപോലെ യാത്രക്കാർക്കും അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലെ ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ഈ വേസ്റ്റ് ഇവിടെ നിന്ന് മാറ്റി ഇവിടെ CCTV സ്ഥാപിക്കുകയും ഇതിവിടെ ഇടാതിരിക്കാത്ത അവസരം ഉണ്ടാക്കുകയും ചെയ്യണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 25ാം വാർഷികാഘോഷവും ജനറൽ ബോഡി യോഗവും കുളപ്പുള്ളിയിൽ നടന്നു. പാലക്കാട് RTO ജർഷൻ ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി സമുദ്ര റീജൻസിയിലായിരുന്നു യോഗം. ബസ് വ്യവസായത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് സംബന്ധിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും പാലക്കാട് RTO ക്ലാസ് എടുത്തു. ചിലപ്പോൾ നമ്മുടെ കയ്യോ കാലോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഒരു പാരാലിറ്റിക് കണ്ടീഷനിലേക്കായിരിക്കും അത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമ്മളൊരു ഫുൾ കോമ എന്നുള്ള രീതിയിലേക്കായിരിക്കാം അവസാനം നമ്മുടെ ജീവൻ തന്നെയായിരിക്കും പോവുക. സോ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്പം ശ്രദ്ധയുണ്ടെങ്കിൽ ഏത് ആക്സിഡന്റ് ഒഴിവാക്കാം. ഇത്തിരി ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ റോഡിൽ മാത്രമാണ് വിഷനെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 3 തരത്തിലുള്ള വിഷൻ നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല. അസോസിയേഷൻ പ്രസിഡന്റ് TK ഹമീദ് അധ്യക്ഷത വഹിച്ചു. PBOA ജില്ലാ സെക്രട്ടറി രവികുമാർ, ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. TK ഹമീദ് പ്രസിഡന്റ്, CP റഷീദ്, P കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റുമാർ, KM റഷീദ് സെക്രട്ടറി, അബ്ബാസ് സുര കവിത ജോയിന്റ് സെക്രട്ടറി, PK സിദ്ദിഖ് ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് സമാപിച്ചു. റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ PV രാമൻകുട്ടി സമാപനം ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത വിദ്യാഭ്യാസം നിരവധി പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയാം, സംസ്കൃത വിദ്യാഭ്യാസം ഈ കാലഘട്ടത്തിൽ നിരവധി സമസ്യകൾ, നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് എനിക്കറിയാം. യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ചില സമിതികളിലൊക്കെ ഞാൻ അതിൽ അംഗമാണ്. അതുകൊണ്ട് സംസ്കൃത അധ്യയനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും സംസ്കൃതത്തെ പുതിയ കാലത്തിന് യോജിച്ച രീതിയിൽ പുതിയ കാലത്തെ ജ്ഞാനധാരകളുമായി ആരോഗ്യകരമായ സംവാദങ്ങൾ രൂപപ്പെടുത്തുന്നതിനൊക്കെയായിട്ട് നിരവധി വേദികൾ, നിരവധി സംരംഭങ്ങൾ, നിരവധി ഉദ്യമങ്ങളൊക്കെ സംസ്കൃതത്തോട് ബന്ധപ്പെട്ട സംസ്കൃതത്തിൻ്റെ സ്നേഹിക്കുന്ന നിരവധി ആൾക്കാർ രൂപം കൊടുത്തിട്ടുണ്ട്. 2 ദിവസങ്ങളായി പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ സംഘടിപ്പിച്ച കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പിനാണ് ചൊവ്വാഴ്ച സമാപനമായത്. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് C സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P പത്മനാഭനുള്ള ഉപഹാരം ചടങ്ങിൽ ഡോക്ടർ PV രാമൻകുട്ടി സമ്മാനിച്ചു. CP സുരേഷ് ബാബു, ഡോക്ടർ VK രാജകൃഷ്ണൻ, പപ്പൻ മാസ്റ്റർ, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ സംഘടനാ വളർച്ചയിൽ എന്ന വിഷയത്തിൽ TK സന്തോഷ് കുമാറും സർവീസ് ക്ലാസ് എന്നതിനെ സംബന്ധിച്ച് അരവിന്ദൻ മാസ്റ്റർ എന്നിവരും വിഷയാവതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി അല്ലമീൻ യതീംഖാനയുടെ ആഭിമുഖ്യത്തിൽ ഹാജി സംഗമം സംഘടിപ്പിച്ചു. മെയ് 1 ബുധനാഴ്ച പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ വിവാഹ സദസ്സും നടക്കും. ഹാജി സംഗമം ഡോക്ടർ ബഷീർ ഫൈസി ദേശമംഗലം ഉദ്ഘാടനം ചെയ്തു. ലക്കിടി സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പ്രാർത്ഥനകളോട് തുടങ്ങിയ പരിപാടിയിൽ കോട്ടായി താജുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷനായി. CP അബൂബക്കർ ദാരിമി സ്വാഗതം ആശംസിച്ചു. അൽ ഹാഫിൽ അഹമ്മദ് കബീർ ബാഗവി കാഞ്ഞാർ മുഖ്യാതിഥിയായി. മെയ് 1 ബുധനാഴ്ച യത്തീംഖാനയിലെ അന്തേവാസികളായ യുവതികളുടെ വിവാഹ ചടങ്ങ് നടക്കും.
നിക്കാഹ് ചടങ്ങിൽ സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, ബഷീർ ഫൈസി ദേശമംഗലം തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചേലക്കര മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ചമയ പ്രദർശനത്തിന്റെയും കാഴ്ചപ്പന്തലിന്റെയും സ്വിച്ച് ഓൺ ചടങ്ങ് നടന്നു. പരിപാടി ചേലക്കര സബ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഗുരുശരൻ അധ്യക്ഷനായി. അഡീഷണൽ SI ഇ സന്തോഷ് മുഖ്യ അതിഥിയായി. പബ്ലിസിറ്റി കൺവീനർ M അരുൺകുമാർ, സെക്രട്ടറി വിനീത് വെങ്ങാനല്ലൂർ, ട്രഷറർ CR രാജേഷ്, സമുദായം പ്രസിഡന്റ് CS സത്യൻ, CK മോഹൻരാജൻ, CR വേണുഗോപാൽ, സതീഷ്, നടേശൻ, ഉദയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കുഞ്ചൻ തുള്ളൽ പുരസ്കാരം തുള്ളൽ കലാകാരൻ C ബാലകൃഷ്ണന്. തുള്ളൽ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് തിരുവനന്തപുരം സ്വദേശിയായ C ബാലകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത്. 10,001 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മെയ് 5-ന് ലക്കിടി കലക്കത്ത് ഭവനത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് സമ്മാനിക്കും. ദേശമംഗലം തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ബനാത്ത് യതീംഖാനയിലെ 4 പെൺകുട്ടികളുടെ വിവാഹം മെയ് 2 വ്യാഴാഴ്ച യതീംഖാന അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവാഹ ചടങ്ങുകൾക്ക് ബനാത്ത് യതീംഖാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1993 കേവലം 7 കുട്ടികളുമായി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപക പ്രസിഡന്റായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 100-ൽ പരം പെൺകുട്ടികളെ സംരക്ഷിച്ചു പോരുന്നു. ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസവും ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. കൂടാതെ 4 വർഷമായി സമസ്തയുടെ കീഴിൽ ഫാളില മാതൃകയിലുള്ള +1 ഡിഗ്രി കോഴ്സ് നടത്തി വരുന്നു. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച 179ഓളം കുട്ടികളുടെ വിവാഹ ചടങ്ങുകൾ നടത്തി. അഡ്വക്കേറ്റ് ഓണപ്പിള്ളി മുഹമ്മദ് ഫൈസി, ബഷീർ ഫൈസി ദേശമംഗലം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ മാനേജർ TP ഹംസ, സെക്രട്ടറി TA എന്ദീൻകുട്ടി ഹാജി, TM ഹംസ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TM ഉമ്മർ, TK മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പറഞ്ഞു. ഈ കാലയളവിൽ ഈ സ്ഥാപനത്തിൽ വെച്ച് 179 കുട്ടികളെ സ്ഥാപനം എല്ലാ ചെലവും എടുത്ത് അവരെ കെട്ടിച്ചയച്ചിട്ടുണ്ട്. ഈ മെയ് 2-ന് 4 അന്തേവാസികളുടെ വിവാഹം കൂടി നടക്കുകയാണ്. 31 വർഷത്തിൻ്റെ ഈ 31 വർഷത്തോടനുബന്ധിച്ച് ഈ സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്നത് 4 അന്തേവാസിനികളുടെ വിവാഹമാണ്. വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന പ്രോഗ്രാം കൂടിയാണ് ഈ 4 അന്തേവാസികളുടെ വിവാഹം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൂതനാമോക്ഷം കഥകളിയിൽ മോക്ഷം പ്രാപിക്കുന്ന ലളിതയായി നിറഞ്ഞാടി 6ാം ക്ലാസ്സുകാരി ശിവാനി. കഥകളി ആസ്വാദകർക്കിത് നവ്യാനുഭവമായി. ലക്കിടി ഗുരുക്കുപ്പ കഥകളി വിദ്യാലയത്തിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലക്കിടി കുഞ്ചൻ സ്മാരകം വായനശാലയിൽ സംഘടിപ്പിച്ച കഥകളി അവതരണമാണ് ശിവാനിയുടെ വേറിട്ട ഭാവപ്രകടനത്തിന്റെയും കൂടി വേദിയായത്. ഭാഗവതം ദശമസ്കന്ധത്തിലെ മൂലകഥയെ അടിസ്ഥാനപ്പെടുത്തി അശ്വതി തിരുനാൾ ഇളയ തമ്പുരാൻ രചിച്ച ആട്ടക്കഥയാണ് പൂതനാമോക്ഷം. കംസൻ കൃഷ്ണനെ വധിക്കുവാനായി നിയോഗിക്കുന്ന പൂതന അമ്പാടിയിൽ വന്ന് കൃഷ്ണനെ വിഷപ്പാലൂട്ടി വധിക്കുവാൻ ശ്രമിക്കുന്നതും പൂതനയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയും തുടർന്ന് പൂതന മോക്ഷം പ്രാപിച്ച് ലളിതയാവുകയും ചെയ്യുന്ന രംഗം ശിവാനി തന്റെ വേറിട്ട ഭാവപ്രകടനം കൊണ്ട് അവിസ്മരണീയമാക്കി. നാല് വർഷമായി കലാമണ്ഡലം സോമനാശാന്റെ ശിക്ഷണത്തിലാണ് ശിവാനി കഥകളി പഠനം നടത്തുന്നത്. അധ്യാപകനും ഓട്ടൻതുള്ളൽ കലാകാരനുമായ കുഞ്ചൻ സ്മാരകം പ്രദീപിന്റെയും രമ്യയുടെയും മകളാണ് ശിവാനി. ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനി ഓട്ടൻതുള്ളൽ, ഭരതനാട്യം എന്നിവയും ചെയ്തു വരുന്നു. തുള്ളലിൽ അച്ഛൻ തന്നെയാണ് ഗുരുനാഥൻ. കലാമണ്ഡലം സുധാ ശശികുമാറിന്റെ കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത്. കഥകളി അവതരണത്തിന് ജിഷ്ണു പുലാശ്ശേരി, യദു പെരാങ്ങല്ലൂർ, വാസുദേവ് മുതുകുറിശി, ബിജു ആറ്റിമ്പുറം എന്നിവർ പക്കമേളമൊരുക്കി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം പനമണ്ണ വിനോദ് കൊലക്കേസ് 2ാം ഘട്ട വിചാരണ നേരിട്ട 5 പേരിൽ 3 പേർ കുറ്റക്കാരെന്ന് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. 2 പേരെ വെറുതെ വിട്ടു.
ശിക്ഷ സംഘം ചേർന്ന് ആക്രമിച്ച കുറ്റത്തിന്. കേസിൽ ആദ്യഘട്ട വിചാരണ നേരിട്ട 4 പേരെ നേരത്തെ കോടതി ശിക്ഷിച്ചത് ജീവപര്യന്തം കഠിന തടവിന്. വരൾച്ച പ്രതിസന്ധിയെ കരുതലോടെ നേരിടാൻ ഷൊർണൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. നഗരസഭാ പരിധിയിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. യോഗത്തിൽ കോൺഗ്രസ് വിട്ട ഷൊർണൂർ വിജയനും കോൺഗ്രസ് കൌൺസിലർമാരും തമ്മിൽ വാക്കേറ്റം. കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായതോടെ ഷൊർണൂരിൽ ഭാരതപ്പുഴയിലെ വാട്ടർ അതോറിറ്റിയുടെ കിണറുകളിലേക്ക് ചാൽ കീറി വെള്ളമെത്തിക്കാൻ നടപടി തുടങ്ങി. പരിശ്രമം നഗരസഭയുടെയും വാട്ടർ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ. ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയും വറ്റുന്നു. തടയണയിൽ ജലലഭ്യത കുറഞ്ഞതോടെ പമ്പിംഗ് പരിമിതപ്പെടുത്തി. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശവും അമ്പലപ്പാറ പഞ്ചായത്തും കുടിവെള്ള പ്രതിസന്ധി നേരിടുമെന്ന് ആശങ്ക. മണ്ണുത്തിയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 12 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പുന്നയൂർക്കുളം സ്വദേശി ഷമിൽ ഷെരീഫ്. ആന്ധ്രയിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് ആലുവയിലേക്ക് കടത്താനായിരുന്നു പ്രതിയുടെ ശ്രമമെന്ന് എക്സൈസ് അധികൃതർ. 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കഞ്ചാവ് പ്രതി ചെറുപൊതികളിലാക്കി വിൽക്കുന്നത് 7.5 ലക്ഷത്തോളം രൂപയ്ക്ക്. കുന്നംകുളം പെരുമ്പിലാവ് ചന്തയിൽ പോത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. പോത്തിനെ പിടിച്ചുകെട്ടാനായത് നാട്ടുകാരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. പരിക്കേറ്റത് ചന്തയിൽ പോത്തിനെ വാങ്ങാനും വിൽക്കാനും എത്തിയവർക്ക്. പ്രളയത്തിൽ തകർന്ന മാന്നന്നൂർ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം പുരോഗമിക്കുന്നു. 10 കോടി ചെലവിൽ തടയണ പുനർനിർമ്മിക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ. പ്രളയം തകർത്ത മണ്ണൂർ ചവിറ്റില തോടിന്റെ നവീകരണം അവസാന ഘട്ടത്തിലേക്ക്. തോട് നവീകരണം നബാർഡിന്റെ സഹായത്തോടെ 3.5 കോടി രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.